നാം റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പരിശീലനം, നോമ്പ് നോൽക്കാനും ഖുർആൻ ഓതാനും ഒക്കെ നമുക്കൊരു പരിശീലനം ലഭിക്കുന്നുണ്ട്. കാരണം ശഅബാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ശീലിച്ചാൽ, അങ്ങനെ നോമ്പ് അതൊരു പതിവായി തീർന്നാൽ അത് എളുപ്പമായി തീരുകയും റമളാനിൽ പെട്ടെന്ന് നോമ്പ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റമളാനിലേക്ക് കടക്കുന്നതിന് മുമ്പായി നാം നോമ്പ് നോറ്റ് ശീലിക്കുമ്പോൾ അത് റമളാനിൽ നോമ്പ് നോൽക്കാൻ എളുപ്പമുണ്ടാക്കി തീർക്കുന്നു. അതേപോലെ തന്നെ ശഅബാൻ മാസത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോഴും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോഴും ശുദ്ധമായൊരു ഹൃദയത്തോടു കൂടി റമളാനിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. പരിശുദ്ധമായൊരു ഹൃദയത്തോടു കൂടി അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഈമാനും ഇഖ്ലാസുമൊക്കെ കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ പാപങ്ങൾ കാരണത്താലാണ് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിയാത്തത്. എന്നാൽ തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് പ്രത്യേകിച്ചും നോമ്പ് നോറ്റുകൊണ്ടൊക്കെ നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി കൂടുതൽ ഉന്മേഷത്തോടു കൂടി ഇബാദത്തുകളുടെ മധുരം ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ റമളാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതും നമുക്ക് ശഅബാൻ മാസത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.